എല്ലാ കൂട്ടുകാർക്കും LCHF റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇറച്ചി കേക്ക് റെസിപ്പിയാണ്. സാധാരണ നോമ്പ് കാലത്ത് നാം എല്ലാവരും ഇറച്ചി കേക്ക് തയ്യാറാക്കാറുണ്ട്. എൻ്റെ സിസ്റ്ററാണ് എന്നോട് പറഞ്ഞത് LCHF ഇൻഗ്രീഡിയൻസ് വെച്ച് ഇറച്ചി കേക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന്. അവർ ചെയ്ത് വിജയിച്ച റെസിപ്പി എനിക്ക് ഷെയർ ചെയ്യുകയായിരുന്നു. അങ്ങനെ ഞാനും ട്രൈ ചെയ്ത് നോക്കി. ഉണ്ടാക്കി നോക്കിയപ്പോൾ സക്സസ് ആയ ഈ റെസിപ്പി നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുകയാണ്. മുട്ടയും കാബേജും മെയിൻ ആയി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇറച്ചി കേക്ക് തയ്യാറാക്കിയെടുക്കാം. കേക്ക് തയ്യാറാക്കാൻ സാധാ ഇറച്ചിയോ അല്ലെങ്കിൽ മറ്റ് കറികൾക്കോ മറ്റോ നിങ്ങൾ വേവിച്ചെടുത്ത ഇറച്ചി ഉണ്ടെങ്കിൽ അതോ ഉപയോഗിക്കാം. ഞാനിവിടെ മിൻസ്ഡ് മീറ്റാണ് എടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. 300 ഗ്രാം മിൻസ്ഡ് മീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള. 3 പേർക്കാണ് ഞാനിത് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് 3 പേർക്കാണ് ഞാൻ ഇത്രയും സവാള എടുത്തത്. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും 6 പച്ചമുളകും വേണം. 100 ഗ്രാം കാബേജ് ചെറുതാക്കി മുറിച്ചതിൻ്റെ ശേഷം പുഴുങ്ങിയെടുക്കുക, അല്ലെങ്കിൽ പുഴുങ്ങിയ ശേഷം ചോപ്പ് ചെയ്താലും മതി. പിന്നെ 4 മുട്ടയും വേണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ എരിവിന് വേണ്ടതനുസരിച്ച് കുരുമുളക് പൊടിയും വേണം. ആദ്യം നമുക്ക് കേക്കിലേക്കുള്ള മസാല തയ്യാറാക്കാം. ചൂടായ എണ്ണയിലേക്ക് സവാള ചേർത്ത് വഴറ്റണം. സവാളയിലേക്കുള്ള ഉപ്പും കൂടി ചേർക്കാം. പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. സവാള വഴന്നു വന്നു. ഇനി ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഞാനെടുത്ത മിൻസ്ഡ് മീറ്റ് മുന്നേ വേവിച്ചിട്ടില്ല. 10 മുതൽ 12 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിച്ചാൽ ഈ മിൻസ്ഡ് മീറ്റ് റെഡിയായി കിട്ടും. പാകത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ആവശ്യമെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് വേവിക്കാം, അടിയിൽ പറ്റാതിരിക്കാൻ വേണ്ടി. പാകത്തിന് ഗരം മസാലപ്പൊടിയും മല്ലിയിലയും ചേർത്ത് തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. ഇനി കാബേജിലേക്ക് 4 മുട്ട പൊട്ടിച്ച് മിക്സ് ചെയ്യാം. മുട്ടയിലേക്കും കാബേജിലേക്കും ആവശ്യമുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇറച്ചി ചൂടാറാൻ വെച്ച സമയം കൊണ്ട് കാബേജ് റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പോൾ മീറ്റ് മസാല നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി മുട്ട മിക്സ് അതിലോട്ട് മിക്സ് ചെയ്യാം. നന്നായി ചൂടാറിയതിന് ശേഷം വേണം മിക്സ് ചെയ്യാൻ. ഇനി കേക്ക് റെഡിയാക്കാനുള്ള പാനിൽ എണ്ണ തടവാം. പിന്നെ കൂട്ടൊഴിച്ചു കൊടുക്കുക. മുകളിൽ ഒന്ന് ലെവൽ ചെയ്യാം. മുകളിൽ മല്ലിയില വിതറി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് തയ്യാറാക്കിയെടുക്കാൻ സോസ് പാനോ
ഫ്രൈ പാനോ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ചെറിയതായിട്ട് ഈ ഫ്രൈ പാനാണ് എൻ്റെ കയ്യിൽ, അതുകൊണ്ടാണ് ഈ ഫ്രൈ പാൻ എടുത്തത്. ഇനി 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം താഴെ ഒരു തവ വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. സാധാരണയായി നമ്മൾ കേക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ താഴെ ഒരു തവ വെച്ച് കൊടുക്കാറുണ്ട്. തീ നേരെ തട്ടി കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാനാണ് ഇങ്ങനെ തവ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ തവയിൽ ചൂട് തട്ടി കേക്കിൻ്റെ എല്ലായിടത്തും ഒരുപോലെ ആ ചൂട് കിട്ടും. അതാണ് തവ വെച്ച് കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം. അങ്ങനെ ഞാനിവിടെ തവ വെച്ച് കൊടുത്തു. ഇനി മുകളിൽ 3 ബദം ചെറുതാക്കി മുറിച്ച് വിതറി കൊടുത്തു. നിർബന്ധമില്ല, കേക്ക് കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് മറ്റൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം. അടിഭാഗം എല്ലാം നന്നായി വേവായിട്ടുണ്ട്. നല്ല കേക്ക് ഷേപ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഈ പാന് തന്നെ നേരെ സ്റ്റൗവിലേക്ക് വെക്കാം. മുന്നേ താഴെ വെച്ച പാന് മാറ്റാം. വേണമെങ്കിൽ അടച്ചു വെക്കാം. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിക്കണം. വേവായി കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം. ഇപ്പം ഇറച്ചി കേക്ക് ഇവിടെ വേവായിട്ടുണ്ട്. 2 സൈഡും നല്ല പാകം വേവായിട്ടുണ്ട്. നമുക്ക് മുറിച്ചു നോക്കാം, ഉള്ള് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അല്പം ചൂടാറിയ ശേഷം ഞാൻ കട്ട് ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ കേക്ക് ഉള്ളെല്ലാം നല്ല വേവായി നല്ല കട്ടിയായി തന്നെ ഇരിക്കുന്നുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നോമ്പ് കാലത്തും അല്ലാത്തപ്പോഴും നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനെടുത്ത ഈ ഇൻഗ്രീഡിയൻസ് കൊണ്ട് റെഡിയാക്കിയെടുത്ത കേക്ക് 3 ആളാണ് കഴിച്ചത്. പിന്നെ ഈ റെസിപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെടുക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നിങ്ങളുടെ മാക്സിമം എഗ്ഗ്, മീറ്റ്, കാർബ് ഒക്കെ നോട്ട് ചെയ്തിട്ട് വേണം ഒരു ദിവസം ഓരോ നേരവും കഴിക്കാനായിട്ട് തയ്യാറാക്കാൻ. ഈ റെസിപ്പി എന്നല്ല, എല്ലാ LCHF റെസിപ്പിയും സാധാരണ ഭക്ഷണവും കഴിക്കുമ്പോൾ നിങ്ങളക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ LCHF റെസിപ്പി ഐഡിയ പറഞ്ഞു തന്ന സാബിത്താത്താക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുവരെയും സപ്പോർട്ട് തന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സഹോദരങ്ങൾക്കും പ്രത്യേകം നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.